friends, once again welcome to my video blog AjayTechTips. I am Ajay. നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂട്യൂബിന്റെ ഷോർട്ട് വീഡിയോ സർവീസ് വന്ന അതിന്റെ ട്യൂട്ടോറിയൽ ആയിട്ട് ഞാൻ വരും. ആരെ കമന്റ് ചെയ്യണം, അതിന്റെ കമന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് പുറമെ നമ്മൾ കുറച്ച് ടെക് അപ്ഡേറ്റ് ആയിട്ടാണ് വരുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ പണ്ട് ഇൻസ്റ്റാ റീൽസിന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയാം ടിക്ടോക്ക് ഇന്ത്യയിൽ എത്ര സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, ജനങ്ങളിലേക്ക് എത്ര ഇറങ്ങിച്ചെന്നുണ്ട്, ജനങ്ങളിൽ എത്ര സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ ഷോർട്ട് വീഡിയോസ്. കാരണം ഒരു ടിക്ടോക്ക് ആപ്പ് നിരോധിച്ചപ്പോൾ ഇന്ത്യയിൽ എത്ര, കോഴിക്കോട്ട് നിന്ന് വരെ ആപ്പ് ഡെവലപ്പേഴ്സ് അങ്ങനത്തെ ആപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ചിങ്കാരി ആപ്പ്, അങ്ങനെ കുറെ ആപ്പുകൾ, മോജോ, അത് ഷെയർ ചാറ്റിന്റെ മോജോ, അതേപോലെ തന്നെ ഈ ഇൻസ്റ്റാഗ്രാം റീൽസ്, ഫേസ്ബുക്കിന്റെ ഷോർട്ട് വീഡിയോ, അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ട്യൂട്ടോറിയൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒക്കെ ഏകദേശം ഒരു സെയിം പാറ്റേൺ ആണ്. ഫേസ്ബുക്കിൽ ന്യൂസ് ഫീഡിലാണ്. അപ്പൊ യൂട്യൂബിൽ അത് വന്നില്ല, ഞാൻ വീഡിയോ ചെയ്യുമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്യൂട്ടോറിയൽ വീഡിയോ. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്, ട്യൂട്ടോറിയൽ വീഡിയോ. അതിന് പുറമെ വേറൊരു കോമഡി, കേട്ടിട്ട് ചിരി വന്ന ഒരു കോമഡി ഉണ്ട് ടെക്നോളജി ആയിട്ട്, അത് നിങ്ങളോട് പറയണം എന്ന് തോന്നി, അത് ഇവിടെ പറയാം. കാരണം ഗൂഗിളിനെ പോലെ പ്രൊണോമിനന്റ് ആയിട്ടുള്ള ഒരു കമ്പനീനെ കോമ്പീറ്റ് ചെയ്യാൻ, കാരണം ഗൂഗിളിൽ നിന്ന് നമ്മുടെ പേടിഎം റിമൂവ് ചെയ്തിരുന്നു ഒരു ദിവസത്തേക്ക്. അത് നിങ്ങൾക്ക് അറിയണ കഥ, അതും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഐ ബട്ടണിൽ നോക്കാം. അപ്പം നിങ്ങൾ ആലോചിക്കുക, അത് നിരോധിച്ചപ്പം പേടിഎമ്മിന്റെ MD ചൂടായിട്ട് അവരും ഒരു ആപ്പ് സ്റ്റോർ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. ആരെ കോമ്പീറ്റ് ചെയ്യാൻ? ഗൂഗിളിനെ കോമ്പീറ്റ് ചെയ്യാൻ. ഒരു ആനയോട് കുഴിയാനെ കോമ്പീറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കോഴിക്കോടൊക്കെ ഉണ്ട്, വെക്കേഷൻ ആയി കഴിഞ്ഞാൽ പണ്ട് കുട്ടികൾ ചെറിയ 3-4 മിഠായിയൊക്കെ കൊണ്ടുവന്ന് വെച്ച് വീട്ടിന്റെ മുമ്പിൽ വെച്ച് ശരി, ഞാനും പണ്ട് കച്ചവടം ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെയൊക്കെ പഠിക്കുന്ന കാലത്ത് ഇന്നലെ മൊബൈലും ഇതൊക്കെ വന്നിട്ടുള്ളത്. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ മിഠായി വെക്കും, അതൊരു 10-50 രൂപ കിട്ടും. അപ്പൊ അതൊരു രസമായിരുന്നു. അന്നൊക്കെ നമ്മൾ കോമ്പീറ്റ് ചെയ്യാൻ അവിടെയുള്ള മസാലക്കടക്കാരെ കോമ്പീറ്റ് ചെയ്യാൻ. ഇന്നിപ്പോ ഫോക്കസ് മാളിനോട് ഇങ്ങനത്തെ കുട്ടികൾ, അല്ലെങ്കിൽ ലുലു മാളിനോട് ഇങ്ങനത്തെ ഒരു കുട്ടികൾ കോമ്പീറ്റ് ചെയ്യണ പോലെയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾ ആലോചിക്കണം, ഗൂഗിളിനെ പോലെയുള്ള വലിയ കമ്പനീനെ പേടിഎമ്മിനെ പോലെ ഒരു ചെറിയ കമ്പനി വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും സക്സസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമുക്ക് വിശ്വസിച്ച് അതിന് ഡൗൺലോഡ് ചെയ്യാനും പറ്റില്ല. കാരണം 9 ആപ്സ് ഒക്കെ പല ബഗ് ഉള്ളതാണോ, അവരെ ചെക്കിങ് എത്രത്തോളം, എത്ര ലെവൽ ചെക്കിങ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഒരിക്കലും ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം പേടിഎം ഇന്ത്യയൊക്കെ പറഞ്ഞ ഒരു ചെറിയ കമ്പനി, പക്ഷെ ഗൂഗിളിന്റെ ഗൂഗിൾ സർവീസ്, ആപ്പ് സർവീസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. കാരണം അവര് ഓരോന്ന് ഫിൽട്ടർ ചെയ്തിട്ടാണ് വിടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബഗ്സ് ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അവർ നോട്ടിഫിക്കേഷൻ തന്നിട്ട് പ്ലേ സ്റ്റോറിൽ അവരെ പോളിസിക്ക് വയലേറ്റ് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യും. കാരണം ജോക്കർ മാൽവെയർ വന്നിട്ടുള്ള ആപ്സിനെ ഒക്കെ അപ്പൊ തന്നെ എടുത്ത് കളയാണ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് വന്നപ്പോ തന്നെ. അപ്പൊ നമ്മൾ ധൈര്യമായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗൂഗിളിനെ തന്നെ ചെയ്യാൻ പറ്റും. അതേപോലെ ജോക്കർ മാൽവെയർ വന്നിട്ട് കുറച്ച് ആപ്പുകൾ ഒഴിവാക്കിയിട്ടുണ്ട്, അത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ചെയ്യണതാണ്. അത് പറഞ്ഞപ്പോഴേ വേറെ ഒരു കാര്യം ഇപ്പം ഉണ്ട്, വാട്സപ്പിലൂടെ സ്റ്റാറ്റസിലൂടെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് വെച്ചിട്ട് ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. അത് ചെയ്യരുത്, അത് നിങ്ങളുടെ ഡാറ്റ ഗ്രാബ് ചെയ്യാനുള്ളതാണ്. അത് ആർക്കും ഷെയർ ചെയ്യരുത്, നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് അത് ഒരിക്കലും ഇടരുത്, അതൊരു ഇഷ്യൂ ഉള്ള കേസാണ്. അല്ലാണ്ട് ഓരോ ടീമിന്റെ അവരെ ലിങ്ക് ഒരിക്കലും ഷെയർ ചെയ്യരുത്. ആ ലിങ്കിലാണ് പ്രശ്നം. കാരണം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫോം പോലെ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഫോൺ നിങ്ങളുടെ ആധാറായിട്ട് ലിങ്ക് ചെയ്താണ്. അതൊക്കെ ആക്സസിന് കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്യൂ ആണ്. അതുകൊണ്ട് നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്ത് എടുത്ത ഫോൺ കണക്ഷൻസ് ഒന്നും ഫോൺ നമ്പേഴ്സ് ഒന്നും ഇങ്ങനെ പുറമെ പബ്ലിക് ആക്കാത്തതാണ് നല്ലത്. പിന്നെ നമ്മളൊക്കെ ആക്കണം എന്താ വെച്ചാൽ നിങ്ങൾ വ്യൂവേഴ്സിന് ആ നമ്പർ തരുക തന്നെയാണ്. കാരണം എപ്പോൾ വേണമെങ്കിൽ എന്നെ വിളിക്കാം എന്നുള്ളൊരു കാര്യം കൊണ്ട്. അപ്പൊ നമുക്ക് ഇത് പറഞ്ഞു വന്ന പോലെ യൂട്യൂബ്, അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു ടിക്ടോക്ക് പോയപ്പോൾ കുറെ കമ്പനി വന്നു, അതിൽ യൂട്യൂബ് അതിൻ്റെതായ വന്നിട്ടുണ്ട്. അപ്പൊ യൂട്യൂബിന്റെ ക്രിയേറ്റേഴ്സിനും അല്ലാത്ത ആൾക്കാർക്കും എന്താണ്, ഷോർട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഷോർട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. പക്ഷെ അതില് 15 സെക്കൻഡിന് താഴെയുള്ള വീഡിയോസ് ആണ്, 16 സെക്കൻഡ്സിന് താഴെയുള്ള വീഡിയോസ് ആണ്. അപ്പൊ ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ചാനലിൽ 16 സെക്കൻഡിന് മേലെ ആഡ് വരും. അപ്പൊ ഈ മ്യൂസിക് ആകുമ്പോൾ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 16 സെക്കൻഡ്സിന് താഴെ ഉള്ളതായിരിക്കും ചാനൽ. ഞാൻ മ്യൂസിക് ഇട്ട് ആഡ് ചെയ്ത് കാണിക്കില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കും ചാനലിൽ കോപ്പിറൈറ്റിന്റെ ഇഷ്യൂ വരും. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. പക്ഷെ അത് ചെയ്യേണ്ട രീതിയൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യുക, ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നേരെ പോവല്ലേ ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക്.
ഓക്കെ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ യൂട്യൂബ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിന് മുമ്പ് നമ്മുടെ പഴയ യൂട്യൂബ് ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് യൂട്യൂബ് ഒന്ന് അടിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. പ്ലേ സ്റ്റോർ എടുക്കുക, നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, യൂട്യൂബ് എന്നാക്കുക. ഞാനിന്ന് അപ്ഡേറ്റ് ചെയ്തു. അതിന് മുമ്പ് നെറ്റ് ഒന്ന് ഓൺ ആക്കണം. കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന നേരത്തെ എയർപ്ലെയിൻ മോഡിലാണ് ഷൂട്ട് ചെയ്യാറ്. ആ നേരത്തെ ആരും വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നേരത്തെ മാത്രമാണ് നമ്മൾ എയർപ്ലെയിൻ മോഡ് ഇടുക. ബാക്കി ഏത് നേരത്തെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്നെ വിളിക്കാം. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഒന്ന് എടുക്കുകയാണ്. സോറി, ഹോട്ട്സ്റ്റാർ ആണ്. ഒന്ന് ഇവിടെ കണ്ടോ ഓപ്പൺ. ഞാൻ അത് അപ്ഡേറ്റഡ് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നേരെ നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പം എൻ്റെ ചാനൽ ഐ ഡി അല്ല, വേറെ ഐ ഡി വെച്ചിട്ടാണ് ആക്കിയത്. ഇവിടെ നമുക്ക് കാണാം. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചാനലാണ് അതിൽ കാണിക്കുന്നത്, അസ്നാസ് കിച്ചൻ. നിങ്ങൾക്ക് നല്ല ചാനലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള ഭക്ഷണത്തിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് അസ്നാസ് കിച്ചണിൽ ഇന്ന് കണ്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ഫുഡ്സാണ്, നല്ല വെറൈറ്റി ഫുഡ്സാണ്. അപ്പോൾ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു ചാനലാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അസ്നാസ് കിച്ചൻ, അത് youtube.com/asnas kitchen എന്ന് അടിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരെ ചാനലിലൊന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് നോക്കാം. ഞാൻ പ്രൊമോട്ട് ചെയ്തതല്ല, നല്ലൊരു ചാനലായതുകൊണ്ട് നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് നേരെ പ്ലസ് ബട്ടൺ ഒന്ന് അമർത്താം. ഇവിടെ കണ്ടോ വീഡിയോ ലൈവ്, വീഡിയോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് എൻ്റെ വേറെ ഐഡിയ ആയതുകൊണ്ടാണ് അത് കാണിക്കുന്നത്. എൻ്റെ അജയ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. കാരണം എനിക്ക് ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണ ഒരു ഐഡിയ ആണ് വീഡിയോ. ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നേരെ പണ്ട് ക്യാമറ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിന് പകരം ഇപ്പോഴും ക്യാമറ തന്നെയാണ്. ക്രിയേറ്റ് ഷോട്ട് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അത് വരുമ്പോൾ ഫോൺ കുത്തനെ വെക്കണം. അതായത് പോർട്രേറ്റ് മോഡിൽ തന്നെ ചെയ്യണം, ലാൻഡ്സ്കേപ്പ് മോഡിൽ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ഷോട്ട് എടുത്തു. ഇത് ബാക്ക് സൈഡാണ് വന്നത്. അപ്പോൾ ഞാൻ അതൊന്ന് സൈഡൊന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, എൻ്റെ ഫേസ് കാണാം അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ കുത്തനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇത് നമുക്ക് സാധാരണ പോലെ തന്നെ ഇതിൽ ടിക്ടോക്കിലുള്ള പോലെ തന്നെ മേലെ കാണാം ആഡ് മ്യൂസിക്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിക് ആക്കാം. അപ്പോൾ ഹിന്ദി പാട്ട് വേണമെങ്കിൽ ഹിന്ദി പാട്ട് വേണമെങ്കിൽ ആക്കാം, തമിഴ് വേണമെങ്കിൽ തമിഴ് അടിക്കുക, മലയാളം വേണമെങ്കിൽ മലയാളം അടിക്കുക. അതൊക്കെ അത്യാവശ്യം നല്ല ഡാറ്റാബേസാണ്. ഫേസ്ബുക്കിൻ്റെ അവരെ കുറ്റം പറയില്ല, അവരിൽ മലയാളം ഇല്ല, ഹിന്ദി തമിഴ് മാത്രമല്ല. ഇൻസ്റ്റാഗ്രാം റീൽസിലും. അപ്പം നമ്മുടെ ഗൂഗിൾ ഒന്നും കൂടെ മുമ്പിലാണ് യൂട്യൂബ്. അത് നമുക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. മലയാളം സോങ്സ് ഒന്ന് ഞാൻ അടിച്ചു കൊടുക്കുകയാണ്. നെറ്റ് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ അത് കുറച്ച് സ്ലോ ആണ്. അപ്പോൾ സെർച്ച് കൊടുത്തു. നമുക്ക് ഏത് പാട്ട് വേണം എന്ന് ഉള്ള പാട്ട് എടുക്കാം. നമുക്കത് ഈ ഒരു പാട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ വീഡിയോ റെക്കോർഡ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സോങ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡർ ഉള്ളതുകൊണ്ട് അതും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോൻ്റെ കൂട്ടാം, കുറയ്ക്കാം, സ്ലോ മോഷനിലാക്കാം, അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടൈം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീഡിയോ എത്ര 15 സെക്കൻഡിൽ താഴെ ഏതൊക്കെ ഭാഗം വേണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോസസ്സ് കൊടുത്താൽ മതി. വളരെ യൂസ്ഫുള്ളുള്ള വീഡിയോ ആണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.